ഞാന് ഉമർ മണ്ണാർക്കാട്. ഞാന് ഈ മേഖലയിൽ വരാനുണ്ടായ കാരണം, ഞാന് കുറെ കാലമായിട്ട് അധ്യാപന രംഗത്തുള്ള ഒരാളാണ്. ഈ അധ്യാപന രംഗത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വരുമാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് കമ്പനികളെ, ഒരുപാട് വിഷയങ്ങളെയൊക്കെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പല കമ്പനികളും നമ്മെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നാം അവരെ കുറിച്ച് പഠിച്ചപ്പോ അവരെ പ്രൊഡക്റ്റും അവരുടെ മാനേജ്മെന്റും അവരുടെ ലീഡേഴ്സും ഇതൊന്നും നമുക്ക് തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ല. അത് കാരണം കമ്പനികളുടെ പേര് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആ കമ്പനികളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നമ്മുടെ കമ്പനിയിൽ വരാണ്ടായ കാരണം, നമ്മുടെ അലികുനു സാറ്, അതുപോലെ മുസ്തഫ സാറ്, കരീം സാറ്, ഇവരെല്ലാരും നമ്മുടെ വീട്ടിൽ വരികയും നമ്മുടെ MI ലൈഫിനെ കുറിച്ച് പറഞ്ഞു തരികയും, കുറെ കമ്പനികളെ കുറിച്ച് നമ്മൾ പഠിച്ചത് കൊണ്ട് നമ്മുടെ കമ്പനിയെ കുറിച്ച് നാം പഠിക്കുകയും അവരുടെ ക്ലാസ് കേട്ടപ്പോ ഇത് നല്ലൊരു കമ്പനിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരുപാട് ആളുകൾക്ക് വീട്ടിലേക്ക് നല്ല വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു മഹത്തായ സംഭവമാണ് എന്ന് മനസ്സിലായതുകൊണ്ട് നമ്മുടെ സാറുമാരെ ആ വാക്കുകൾ ശിരസ വായിച്ചുകൊണ്ട് നമ്മൾ ഈ കമ്പനി ജോയിൻ ചെയ്തു. അൽഹംദുലില്ലാ, ഇന്ന് ഒരുപാട് ആളുകൾക്ക് സന്തോഷം നൽകാൻ വേണ്ടി ഈ അവസരം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനിയെ നാം തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുട്ടീനെ നാം ഒരു സ്ഥാപനത്തിലേക്ക് അയക്കാന്ന് വിചാരിക്കുക. നാം ആദ്യം നമ്മൾ ചെയ്യാം, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഗസ്റ്റിനെ ഇരുത്തി ഞാൻ സംസാരിക്കല, ഞാൻ കുറച്ച് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഒരു കുട്ടിനെ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമ്മളെല്ലാരും ചിന്തിക്കാൻ, നമ്മളെ കുട്ടി നല്ല ഉഷാറാകണം, നല്ല വലുതാകണം, നല്ല റാങ്ക് കൊടുക്കാൻ, അവന് നാട്ടുകാർക്കും നാടിനും വീടിനും ഒക്കെ ഉപകാരം ചെയ്യണം. ഇതാ നമ്മൾ ചിന്തിക്കുക. അങ്ങനെ തന്നെ നല്ല മനുഷ്യന്മാരുടെ ചിന്ത അങ്ങനെ തന്നെ വേണ്ടതും. അപ്പൊ നമ്മൾ ചിന്തിക്കല് ആ സ്ഥാപനത്തിലെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കും. ആ സ്ഥാപനത്തിലെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികളാണ്. അതുപോലെ ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് എങ്ങനെയുണ്ട്, അതിലെ ടീച്ചേഴ്സ് എങ്ങനെയുണ്ട്, അവര് പെരുമാറ്റം എങ്ങനെയുണ്ട്, അവരെ ശൈലി എങ്ങനെയുണ്ട്, ഇതെല്ലാം ചിന്തിച്ചു കൊണ്ടാണ് നാം നമ്മുടെ കുട്ടീനെ ഒരു വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ നാം ഇവിടെ ജോയിൻ ചെയ്ത ഈ കമ്പനി, നമ്മുടെ MI ലൈഫ് എന്ന് പറയുന്ന ഈ കമ്പനിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ആദ്യം നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നാം ചിന്തിക്കുക. നമുക്ക് നമ്മുടെ ഭാര്യമാരോട് സ്നേഹമുണ്ട്, മക്കളോട് ഇഷ്ടമുണ്ട്, ഭർത്താവിനോട് നല്ല സ്നേഹമുണ്ട്, നമ്മളെ കുടുംബത്തോട് നല്ല സ്നേഹമുണ്ട്. ഇതാണല്ലോ നമ്മുടെ ഓരോ MI ലൈഫുകാരന്റെയും കടമ. അങ്ങനെ തന്നെ. MI ലൈഫുകാരനല്ല ഞാൻ പറയുമ്പോ മനുഷ്യന്മാരെ കടമയ്ക്ക് അങ്ങനെ തന്നെ. അപ്പോ നമുക്ക് അവരോട് നല്ല സ്നേഹമുണ്ട്. ഈ സ്നേഹിച്ച് നമ്മൾ കുട്ടികളെ കൊല്ലരുത്, ഭർത്താവിനെ കൊല്ലരുത്, ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്ന് പറഞ്ഞാല് നാം ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളായിരിക്കണം. കുട്ടി കരയുമ്പോ കുർക്കുറ വാങ്ങിക്കൊടുക്കുന്ന രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കുക, നാം കൊടുക്കുന്ന കുട്ടിക്ക് വിഷമാണ്. ഇപ്പൊ ഇന്നലെ മിഞ്ഞാത്തെ പത്രത്തിൽ വായിച്ചു, സ്വന്തം പച്ചക്കറിത്തോട്ടത്തിലെ പച്ചക്കറി കഴിച്ചിട്ട് അച്ഛനും 2 മക്കളും മരിച്ചു എന്ന് നാം ഒരു വാർത്ത വായിച്ചു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ നമ്മള് ഈ കഴിക്കുന്ന സാധനങ്ങള് സൃഷ്ടിച്ച നാഥൻ നമ്മെ ഇവിടെ സൃഷ്ടിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല കണ്ടീഷനോടെയാണ് ഇവിടെ നമ്മൾ സൃഷ്ടിച്ചു വിട്ടത്. നാം ചിന്തിക്കുക, നമ്മുടെ ശരീരം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയിലേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കള് നാം എന്ത് ചെയ്യുന്നുണ്ട്? നാം കൊടുക്കുന്നുണ്ട്. ഈ അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുമ്പോൾ നല്ല സാധനങ്ങളായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നല്ലതായിരിക്കണം. വിഷങ്ങൾ കഴിച്ചാൽ ശരീരം നാശമാകും. അപ്പൊ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ശരീരം സൂക്ഷിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ ശരീരം സൂക്ഷിക്കണം, മക്കളുടെ ശരീരം സൂക്ഷിക്കണം. ഇതിനെന്ത് ചെയ്യണം? കുട്ടികളോട് സ്നേഹമുണ്ടോ? MI വീർ വാങ്ങിക്കൊടുക്കൂ, കവചപ്രാശം വാങ്ങിക്കൊടുക്കൂ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിക്കൂ.
ചിലവര് പറയും എനിക്ക് ടീമില്ല, എനിക്ക് ആളില്ല, ഇവിടെ ടീം ആകില്ല. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നാം ആദ്യം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കും. എന്നിട്ട് നമ്മളിൽ കാണുന്ന റിസൾട്ടുകൾ ബാക്കിയുള്ള ആളുകൾ നമ്മെ വീക്ഷിക്കുന്നുണ്ട്, അവരത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പൊ എന്തിനാ പിന്നെ സാറേ ഇപ്പൊ നമ്മള് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം എന്ന് ചോദിക്കാലോ. ഞാൻ പറയട്ടെ, നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ മുതൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിക്കാൻ തുടങ്ങിയാല്, എന്തിനാ ഇപ്പൊ ടോയ്ലറ്റ് ക്ലീനർ നമ്മളെ ഉപയോഗിക്കണമെന്ന്? നമ്മളെ ടാങ്ക് നിറയാൻ പാടില്ല. നമ്പർ 1 എഴുതി വെച്ചോളിയും. നമ്മുടെ ടാങ്ക് നിറയാൻ അണ്ണന്മാര് വന്നിട്ട് നമ്മളെ ടാങ്ക് കോരി കൊണ്ടുപോയി ബാക്കിയുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയാണത്. അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനെതിരെ എന്ത് ചെയ്യണം? നമ്മുടെ പിന്നെ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കണം. ഒന്ന്. ഇനി ബാക്കിയുള്ള സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കണം? നമ്മുടെ കുട്ടികൾ കരയുമ്പോ നമ്മൾ കുർക്കുറെ വാങ്ങിക്കൊടുത്തിട്ട് കുട്ടിയെ നാശാക്കണ്ട, നമ്മുടെ MI വീർ വാങ്ങിക്കൊടുക്കുക, കുട്ടി രക്ഷപ്പെടട്ടെ. നമ്മുടെ കവചപ്രാവശ്യം കുട്ടിക്ക് കൊടുക്കുക, കുട്ടി നന്നാവട്ടെ, കുട്ടി പഠിക്കട്ടെ, കുട്ടിക്ക് ഓർമ്മശക്തി കൂടട്ടെ, ഈ കുട്ടിക്ക് പ്രതിരോധം കൂടട്ടെ. ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ലൈൻ നിൽക്കണ ഒരു പരിപാടി നമ്മുടെ കുടുംബത്തിന് വേണ്ട എന്ന് നാം തീരുമാനിക്കണം. ഇങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മെ എന്ത് ചെയ്യും? അതൊന്നൊക്കെ കരകയറ്റാൻ വേണ്ടി നല്ല പെർഫെക്റ്റ് ആയ സാധനം. ഞാൻ പറയട്ടെ, നമ്മുടെ ചുറ്റുപാടും ശത്രുവുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ശത്രുവുണ്ട്, നമുക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലും നമ്മുടെ ഓരോ ആളുകളെയും ചുറ്റുപാടിലും നിറച്ച് രോഗാണു എന്ന് പറയുന്ന ശത്രു ഉണ്ട്. ക്യാൻസറിന്റെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാകുമോ? ഉണ്ട്. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉൽപ്പന്നമായ കവചപ്രാശ് കഴിക്കണം. പിന്നെ നമ്മുടെ ഉൽപ്പന്നമായ 95 നാം ഉപയോഗിക്കണം. ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് വേണ്ട, ക്യാൻസർ നമുക്ക് വേണ്ട എന്ന് നാം തീരുമാനിക്കുക. അതിനെന്ത് വേണം? നമ്മുടെ ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് അതിന്നൊക്കെ മോചനം കിട്ടില്ലേ? പിന്നെ നമ്മുടെ ശരീരത്തില് ഞാൻ പറഞ്ഞു, അത്ഭുതങ്ങൾ നിറഞ്ഞ സാധനമാണ് മനുഷ്യന്റെ ശരീരം. കോശങ്ങളാൽ നിബിഡമായ ഈ ശരീരത്തില് വളരെ പെർഫെക്റ്റ് ആയിട്ട് സൃഷ്ടിച്ച നാഥൻ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് രക്തക്കുഴലുകൾ ഉണ്ട്. എന്താ ഈ രക്തക്കുഴലുകളൊക്കെ? ഓരോ കോശത്തിലേക്കും ഓക്സിജൻ വേണം, ബ്ലഡ് വേണം. ഇങ്ങനെ ഈ ഓരോ കോശത്തിലേക്കും എത്തേണ്ട സാധനങ്ങൾ എത്തണം, അല്ലെങ്കിലോ അത് മരിച്ചു പോകും. അപ്പൊ കോശങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തില് രക്തക്കുഴലുകൾ, രക്തം എത്തിക്കാൻ വേണ്ടി രക്തക്കുഴലുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലംബിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരീരത്തില് ധമനിയും സിരകളും ലോമികകളും. എന്തിനാ ഇതൊക്കെ സൃഷ്ടിച്ചത്? വെറും ഒരൊറ്റ രക്തക്കുഴല് പോരാ. നാം ഒരു മോട്ടറിൽ നിന്ന് നാം ഒരുപാട് സ്ഥലത്തേക്ക് വെള്ളം അടിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ എന്താ പറയാ, ജപ്പാൻ പൈപ്പിന്റെ മാതിരില്ല വലിയ രക്തക്കുഴലല്ല നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴല്. അത് ചിന്തിക്കാം. ജപ്പാൻ പൈപ്പിന് എന്തിനാ വലിയ കുഴൽ കൊടുക്കുന്നത്? അതെവിടെയും തടസ്സം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാ നമ്മുടെ രക്തക്കുഴലോ വളരെ ചെറുതാണ്, അതായത് നമ്മുടെ ശരീരം എത്രയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ രക്തക്കുഴലിൽ കൂടെ രക്തം സുഗമമായി പ്രവഹിക്കണോ? രക്തപ്രവാഹം തടസ്സപ്പെടാതെ ഇരിക്കണോ? ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണോ? നമ്മുടെ ഉൽപ്പന്നമായ വെൽഹാർട്ട് ഉപയോഗിക്കൂ, രക്ഷപ്പെടൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ വെറുതെ ആക്കണ്ട. അപ്പൊ നമ്മൾ ഇത് വരാൻ വേണ്ടി കാത്തിരിക്കണ്ട. നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഇത് വരാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ? നമുക്ക് ഉപയോഗിച്ചൂടെ? നമ്മുടെ കുടുംബത്തിന് ഉപയോഗിച്ചൂടെ? നമ്മുടെ പിന്നെ അയൽവാസികൾക്ക് ഉപയോഗിച്ചൂടെ? ഇങ്ങനെ നാം ഇഷ്ടപ്പെടുന്ന ഒരു ജനതക്ക് ഈ സാധനങ്ങളെല്ലാം കൊടുക്കുമ്പോ നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ആരോഗ്യമുള്ളതായി, നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായി, നമ്മുടെ പരിസരത്തിലെ ശരീരങ്ങൾ ആരോഗ്യമുള്ളതായി. ഹോസ്പിറ്റലിലെ തിരക്ക് കുറച്ചുകൂടെ? ഓരോ MI ലൈഫുകാരനും ഇങ്ങനെ ചിന്തിച്ചാല് ഒരുപാട് പിന്നെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുത്താൻ കഴിയില്ലേ? നാം എല്ലാവരും ഓരോ ലുലു മാളിന്റെ ഓണറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? എന്നാ വിശ്വസിക്കണം. എന്തേ? MI ലൈഫ് എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനത്തില് മെമ്പറായത് ആരോ ചെയ്ത
പുണ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടാണ്. ഇതിലെ ഓരോ മെമ്പറും ഓരോ ഷോപ്പിന്റെ ഓണറല്ലേ. അപ്പൊ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയാണ്, നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല മാനേജ്മെന്റ് ആണ്, അതിനേക്കാൾ സുന്ദരമായ ലീഡേഴ്സ് ആണ്. ഈ ലീഡേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ പിടിച്ചു നിന്നാൽ ഇടിച്ചു കയറാന്ന് പറഞ്ഞേ. ഇതാണ് ഇത് ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ ശരീരം പോലെ അത്ഭുതങ്ങൾ നിറഞ്ഞ പ്രൊഡക്റ്റുകളും അത്ഭുതങ്ങൾ കാഴ്ചവെച്ച ലീഡേഴ്സും നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ എന്തിനാ പിന്നെ നമ്മുടെ ഹബീബിങ്ങളെ നമ്മൾ എന്തിനാ ബേജാറാകണം, എന്തിനാ നമ്മൾ ടെൻഷൻ ആകണം? എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം എന്നോണം നമ്മുടെ പ്രൊഡക്റ്റ് ഓരോന്ന് ലോഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പനി ഓരോ ചുവടും വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഓരോ സാധനങ്ങളും നീട്ടിത്തരുമ്പോ ഇരുകൈയോടെ അതിനെ സ്വീകരിച്ച് നല്ല പിന്നെ എന്താ പറയാ ആരോഗ്യവും നല്ല സാമ്പത്തിക ഭദ്രതയും നല്ല ഒരു ജീവിതവും തരാൻ പറ്റുന്ന ഇതിനേക്കാൾ വലിയ കമ്പനി ഉണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ കൂടെ ഞാൻ വരും. അപ്പൊ അതുകൊണ്ട് നാം ചിന്തിക്കുക, നമ്മൾ ഈ എത്തിപ്പെട്ട മേഖല നല്ല വലിയൊരു മേഖലയാണ്. ഈ മേഖലയെ നാം മുറുകെ പിടിക്കുക. ആരോഗ്യമുള്ള ഒരു ശരീരവും സാമ്പത്തികമായൊരു ഭദ്രതയും നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിച്ചാൽ, നമ്മുടെ മൈ ലൈഫിനെ മുറുകെ പിടിച്ചാൽ നമുക്ക് മുന്നാക്കം പോകാൻ വളരെ ഈസിയാണ്. ഇനിയിപ്പോ നമ്മളത് എങ്ങനെ മുന്നാക്കം പോകും? നമ്മളെ ലീഡേഴ്സിനെ ഫോളോ ചെയ്താൽ മതിയെന്ന്. നമ്മുടെ ലീഡേഴ്സ് എന്താ ചെയ്തത്? അവർ ഈ സാധനങ്ങൾ ഇങ്ങനെ മത്തി വിൽക്കാണ്ട് പറയുമ്പോൾ മത്തി വിൽക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് ചെയ്തത്. അവരാദ്യം നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചു, റിസൾട്ട് കണ്ടു. അവരുടെ ഈ റിസൾട്ട് കണ്ടിട്ട് അവരെ എന്ത് ചെയ്തു? അവരുടെ കുടുംബത്തിലെ ഓരോ ആളുകളും അവരെ മാറ്റി. എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? നിങ്ങളെ വയറ് പോകാൻ എന്താ നിങ്ങൾ ചെയ്തത്? നിങ്ങളെ ഗ്യാസിന്റെ പ്രശ്നം മാറാൻ എന്താ നിങ്ങൾ ചെയ്തത്? അല്ല, നിങ്ങൾക്ക് കുറെ കാലമായിട്ടുണ്ടായിരുന്ന ആ കാലിന്റെ മുട്ടുവേദന പോകാൻ എന്താ ചെയ്ത്? ഇപ്പൊ ഇന്നലെ ഒരാള് വിളിച്ചിട്ട് പറയാണ്, എനിക്ക് കാലിന്റെ മുട്ടിൽ നീര് കെട്ടിയിട്ട് വളരെ പ്രയാസമായിരുന്നു, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോ ഇപ്പൊ എനിക്ക് സാധാ ക്ലോസറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച്. നമ്മള് രോഗി ക്ലോസറ്റ് നോക്കിക്കൊണ്ട് നടക്കണ്ട. രോഗി ക്ലോസറ്റ് പറഞ്ഞ ഏതാ? യൂറോപ്യൻ ക്ലോസറ്റ്. അതിന്റെ ഓമന പേരാ. യൂറോപ്പ് അല്ലട്ടോ, രോഗി ക്ലോസറ്റ് ആണ്. അപ്പോ അതിനൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് രോഗി ക്ലോസറ്റിനെ ഒഴിവാക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് രോഗങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമ്മൾ പിഴുതെറിയണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മളെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് നമ്മൾ ആദ്യം നമ്മളെ ആ മനസ്സിന്റെ എന്ത് ഇല്ലേ ആ ചിത്രം ഒന്ന് മാറ്റണം. എന്ത് ചിത്രം? ഞാൻ ഇവിടെ അളിഞ്ഞ മത്തിയും പിന്നെ എന്താ പറയാ പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ശരീരത്തിന് കൊടുക്കണമെന്ന് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മത്തി വാങ്ങണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇതില് പിന്നെ മീൻ കച്ചവടക്കാരുണ്ടാവും, പിന്നെ തല്ലാൻ വരണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിന് പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക, കെമിക്കൽ ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കുക. നാം ജീവിക്കുന്ന ചുറ്റുപാട് വളരെ കെമിക്കൽ നിറഞ്ഞൊരു ചുറ്റുപാടാണ്. അപ്പൊ ഈ കെമിക്കലിനെ നാം എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിഞ്ഞ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടിയ ആ വിഷത്തെ എങ്ങനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാന്നല്ലേ? ഡെയിലി ഡിറ്റോക്സ് ഉപയോഗിക്കൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുറെ നമ്മൾ ഉപയോഗിച്ച കുറെ എന്തുണ്ടാവും? കുറെ ടോക്സിൻസ് ഉണ്ടാവും. ആ ടോക്സിൻസിനെ നമുക്ക് പുറത്ത് കളയാൻ നമ്മുടെ ഉൽപ്പന്നമായ ഡെയിലി ഡിറ്റോക്സ് ഉപയോഗിക്കൂ, പോകും. ഇനി വയറുള്ള ആളുകളാണോ, ആ വയറ് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യൂ? നമ്മുടെ ഇമ്മോണോത്രിയും മെൽറ്റിഫാറ്റും ഡെയിലി ഡിറ്റോക്സും ഇതൊക്കെ ഉപയോഗിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരം വീണ്ടും കിട്ടിയല്ലേ വേണ്ട? അതിന് നമ്മുടെ സാധനങ്ങൾ ഉണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങളെ ലീഡേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ ശരീരം പെർഫെക്റ്റ് ആക്കുക, എന്നിട്ട് നമ്മുടെ വീട്ടുകാരുടെ ശരീരം പെർഫെക്റ്റ് ആക്കുക. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? ആരോഗ്യമുള്ള മക്കളാക്കുക, നല്ല വിജ്ഞാനം കൊടുക്കുക. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ കാലത്ത് നമ്മുടെ മക്കള് വഴിപിഴച്ചു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യൂ? നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ വാങ്ങിക്കൊടുക്കൂ. ഇനി അങ്ങനെ ഒരാൾ അതിന്റെ അടിമയാണോ, അയാൾ അറിയാത്ത കോലത്തിൽ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കൂ. അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇത്രയും സുന്ദരമായ സാധനങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോ നമ്മൾ എന്തിനാ നാലുപുറം ഓടുന്നത്? അപ്പൊ നമ്മൾ പരമാവധി എന്ത് ചെയ്യുക? പരമാവധി നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. എല്ലാവരും നന്നായിട്ട് വിശ്വാസത്തോടെ
വിശ്വാസത്തോടു കൂടി നമ്മുടെ ഈ മൈ ലൈഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാവരും മുറുകെ പിടിക്കുക.